ഇറ്റ്സ് ട്രാവലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പാണ്. ഈസ്റ്റോ മറ്റ് ഇൻഗ്രീഡിയൻസോ ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പൂ പോലെയുള്ള നല്ല സോഫ്റ്റ് പാലപ്പം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് ഒരു 1.5 കപ്പ് പച്ചരി, ഇഡ്ഡലി റൈസോ അല്ലെങ്കിൽ പച്ചരിയോ എടുക്കാം. അത് നന്നായി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് 8 മണിക്കൂർ കുതിർത്തതാണ്. പിന്നെ വേണ്ടത് ഒരു ബൗള് ചോറ്, പിന്നെ 1 കപ്പ് തേങ്ങ, പിന്നെ വേണ്ടതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ നാളികേരത്തിൻ്റെ വെള്ളം. നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇത് പുളിപ്പിക്കാനായിട്ട് എടുക്കുന്നത് നമ്മൾ സാധാരണ നമ്മുടെ നാളികേര വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് പുളിപ്പിക്കുന്നത്. അതിനായിട്ട് നാളികേര വെള്ളം ഒരു 10 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതായത് നാളികേര വെള്ളം എടുത്ത് അത് നന്നായി അരിച്ച് അതിൻ്റെ കരടൊക്കെ കളഞ്ഞ് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട് പുളിപ്പിക്കാനായിട്ട് വെക്കുക. ആ വെള്ളമാണ് നമ്മൾ ഈ പാലപ്പം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് പാലപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ വലിയ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് ഈ പച്ചരി ഇട്ട് കൊടുക്കാം. നന്നായി ഇത് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിലേക്ക് 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി അരച്ചെടുക്കാം. അരി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ, 1 ബൗള് ചോറ്, പിന്നെ ഈ നാളികേര വെള്ളം കൂട്ടിയിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം. നാളികേരം ചോറൊക്കെ നന്നായി അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനിയിപ്പോൾ നാളെ നമ്മൾ പാലപ്പം ഉണ്ടാക്കുമ്പോഴേക്കും നന്നായി പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ പാലപ്പത്തിൻ്റെ മിക്സ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ വളരെയധികം പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കിയെടുക്കാം. പാത്രം അപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു കുഴിയിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ചേർത്ത് കൊടുത്ത് നന്നായി ചുറ്റിച്ചെടുക്കാം. ഒരു മിനിറ്റ് ഇത് നടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ പാലപ്പത്തിൻ്റെ സൈഡൊക്കെ വിട്ട് വരുന്നുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റിയും സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ മുമ്പ് തയ്യാറാക്കിയിട്ടുള്ള വെജിറ്റബിൾ കുറുമയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ പോയിട്ട് വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി കണ്ട് കാണണം. എന്നിട്ട് ഈ പാലപ്പവും വെജിറ്റബിൾ കുറുമയും ഉണ്ടാക്കി കഴിക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.